ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പ്രത്യേക അന്വേഷണ സംഘം പമ്പയിലെത്തി. സന്നിധാനത്ത് SP ശശിധരനും സംഘവും നാളെ ശാസ്ത്രീയ പരിശോധന നടത്തും. ശ്രീകോവിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ സംഘം ശേഖരിക്കും. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിന് ഉടൻ നോട്ടീസ് നൽകും. AV ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരും. വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളിലേക്ക് പ്രത്യേക സംഘം എത്തുന്നു എന്നുള്ളതാണ്. സന്നിധാനത്തെത്തി പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. നേരത്തെ കോടതിയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള അനുമതി അന്വേഷണ സംഘം തേടിയിരുന്നു. ആ അനുമതി കോടതി നൽകുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നുള്ള ശാസ്ത്രീയ പരിശോധനകളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ്. അവർ പമ്പയിൽ എത്തിയിരിക്കുന്നു. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ജയശങ്കർ വിശദാംശങ്ങളുമായി പമ്പയിൽ നിന്ന്. ജയശങ്കർ, വളരെ പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധന എന്നുള്ളത് കോടതിയിൽ ആവശ്യപ്പെട്ടതാണ്. കോടതി അതിൻ്റെ അനുമതി നൽകുകയും ചെയ്തു. ഇപ്പോൾ SP ഉൾപ്പെടെയുള്ളവർ അവരുടെ സംഘം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാൻ പോകുന്നു. നാളെയാണ് ശാസ്ത്രീയ പരിശോധന തുടങ്ങുന്നത്, അല്ലേ? അതെ അനുജ, SP ശശിധരനും സംഘവും അല്പസമയം മുമ്പാണ് പത്തനംതിട്ടയിൽ എത്തിയത്. അതിനുശേഷം അവർ പമ്പയിലേക്ക് വരികയും ചെയ്തു. നിലവിൽ പമ്പ ഗസ്റ്റ് ഹൗസിൽ SP ശശിധരനും സംഘവും ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം SIT സംഘം മലയിലേക്ക് സന്നിധാനത്തേക്ക് കയറുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ SIT സംഘത്തിനോടൊപ്പം ശാസ്ത്രീയ പരിശോധന നടത്തേണ്ട വിദഗ്ധർ അടങ്ങുന്ന ടീമും എത്തിയിട്ടുണ്ട്. കാരണം ഈ ദ്വാരപാലക പാളിയിൽ ഉൾപ്പെടെ തുളച്ചുകൊണ്ടുള്ള പരിശോധന നടത്തണം, അതിൻ്റെ സാമ്പിളുകൾ ശേഖരിക്കണം. ഒപ്പം ഈ ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിലപ്പാളിയിലും ശാസ്ത്രീയ പരിശോധനകൾ നടത്താനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരടങ്ങുന്ന സംഘത്തെയും കൂടെ ചേർത്താണ് നിലവിൽ SP ശശിധരൻ ഇങ്ങോട്ട് പമ്പയിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്ക് തിരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഈ ഹൈക്കോടതി നാളെ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ സാമ്പിൾ എടുത്ത് ശാസ്ത്രീയ പരിശോധന നടത്താം എന്നൊരു ഉത്തരവാണ് SITക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് SIT സംഘം നിലവിൽ പമ്പയിലെത്തിയിരിക്കുന്നത്. SP ശശിധരൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഏകദേശം അരമണിക്കൂർ മുമ്പാണ് SP ശശിധരൻ ആദ്യം എത്തി. അതിനുശേഷം ഈ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ട പോലീസുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെത്തി. ഒപ്പം സ്മിത്ത് ഉൾപ്പെടെ തിരുവാഭരണം കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ ഒരു ശാസ്ത്രീയ പരിശോധന SIT സംഘം നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യം നേടിയ മുഴുവൻ ആളുകളുമുണ്ട്. ഏകദേശം 2 സെൻറ്റിമീറ്ററോളം ഈ ദ്വാരപാലക പാളി തുളച്ച് ആയിരിക്കും അതിൽ നിന്ന് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിൾ സംഘം ശേഖരിക്കുക. അതിനുശേഷം ഈ സാമ്പിൾ പരിശോധന നടത്തും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാവുക ഈ ദ്വാരപാലക പാളികളിലെ പരിശോധനയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് മാറ്റിയിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജയമല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ പാളികൾ അത് അല്ല അവിടെ ഇരിക്കുന്നതെന്ന തരത്തിലേക്കൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അപ്പോൾ അതിലൊക്കെയുള്ള പരിശോധന എന്നുള്ളത് നിർണായകമല്ലേ ജയശങ്കർ? അതെ അനുജ, ഒരു സംശയവുമില്ല. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അത് SIT നാളെയാണ് നടത്താൻ പോകുന്നത്. ആ പരിശോധനയുടെ ഫലം, അതിലെത്തുന്ന നിഗമനങ്ങൾ, അതൊക്കെ തന്നെ ഈ കേസിനെ വലിയ തോതിൽ സ്വാധീനിക്കും. കാരണം കോടതിയിലെത്തുമ്പോൾ ഈ കണ്ടെത്തലുകൾക്കപ്പുറത്തേക്ക് ശാസ്ത്രീയ തെളിവുകൾ എന്നത് ഏറെ നിർണായകമാണ്. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ അതിനുവേണ്ട ഏറ്റവും നിർണായകമായ പരിശോധനയാണ് നാളെ നടക്കാൻ പോകുന്നത്. ആ പരിശോധനയ്ക്ക് വേണ്ടിയാണ് SP ശശിധരനും സംഘവും നിലവിൽ പമ്പയിലെത്തിയിരിക്കുന്നത്. ഇവരുടെ ഒപ്പം ഈ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ട സ്പെഷ്യൽ ടീം കൂടി എത്തിയിട്ടുണ്ട്. ഏകദേശം 20 പേരടങ്ങുന്ന സംഘമായിരിക്കും ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്തേക്ക് തിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നാളെ സന്നിധാനത്ത് SIT നടത്തും. ഉച്ചപൂജ ശബരിമല ും ദ്വാരപാലക പാളിയിലും ഒപ്പം തന്നെ കട്ടിലപ്പാളിയിലും. ജയശങ്കറാണ് ഈ വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്ത് വിട്ടിരിക്കുന്നത്. സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന, സ്വർണ്ണപ്പാളികൾ, കട്ടിളപ്പാളി, അത് ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണപ്പാളികളിൽ പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് പ്രത്യേക സംഘം അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘമാണ് എത്തുന്നത്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് കോടതി അനുമതി നൽകിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ സന്നിധാനത്ത് പരിശോധന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.